നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനോലി തൂക്കുപാലം നിർമ്മാണം പുനരാരംഭിച്ചു. 100 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും. ഫണ്ട് ലഭ്യമാകാത്തതിനെ തുടർന്ന് കരാറുകാരൻ പാതി വഴിയിൽ നിർത്തിവെച്ച പ്രവൃത്തിയാണ് പുനരാരംഭിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 14 നടക്കും. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങ് നിർവഹിക്കും. പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അവരെ സ്വയം പ്രതിരോധത്തിന് സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ധീര ദ്വിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 7-8 തീയതികളിൽ ചന്തക്കുന്ന് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ നടക്കും. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി പ്രവർത്തിക്കുന്ന പരിഷത്തിന്റെ 63ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ പാലാട് ഗ്രൗണ്ട് ഉപയോഗപ്രദമാക്കി യുവതലമുറയുടെ കായിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തുറന്നുകൊടുക്കണമെന്ന് BJP ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. കനോലി തൂക്കുപാലം നിർമ്മാണം പുനരാരംഭിച്ചു. 100 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും. ഫണ്ട് ലഭ്യമാകാത്തതിനെ തുടർന്ന് കരാറുകാരൻ പാതി വഴിയിൽ നിർത്തിവെച്ച പ്രവൃത്തിയാണ് പുനരാരംഭിച്ചിട്ടുള്ളത്. 2018-19 വർഷങ്ങളിലെ പ്രളയത്തെ തുടർന്നാണ് ചാലിയാർ പുഴയുടെ കനോലി കടവിലുണ്ടായിരുന്ന തൂക്കുപാലം പൂർണ്ണമായും ഒലിച്ചുപോയത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലമാണ് അന്ന് ഒലിച്ചുപോയത്. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും വനം വകുപ്പിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ടിലെ ഏറ്റവും ആകർഷണീയമായ കാഴ്ച കനോലി പ്ലോട്ടിൽ നിൽക്കുന്ന ലോകത്തിലെ 1-ാം നമ്പർ തേക്കുമരമാണ്. തൂക്കുപാലം തകർന്നതോടെ ചാലിയാർ പുഴയുടെ മറുകരയിലുള്ള കനോലി പ്ലോട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എത്തുവാനും കഴിയില്ല. വനം വകുപ്പിന് വിനോദസഞ്ചാരികളിൽ നിന്നും ലഭിച്ചിരുന്ന പാസ് ഇനത്തിലുള്ള വരുമാനത്തിലും വൻ ഇടിവുണ്ട്. കണ്ണൂർ കേന്ദ്രമായ സിൽക്കിനാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണ ചുമതല. 2 വർഷം മുൻപ് തുടക്കം കുറിച്ച തൂക്കുപാലം നിർമ്മാണം ഫണ്ട് മുടങ്ങിയതോടെ നിലയ്ക്കുകയായിരുന്നു. കുടിശ്ശികയായി ലഭിക്കാനുണ്ടായിരുന്ന തുക ലഭിച്ചതോടെയാണ് കരാറുകാരൻ നിർമ്മാണം പുനരാരംഭിച്ചത്. നിലവിൽ ഉണ്ടായിരുന്ന പാലത്തിൽ നിന്നും 1.2 മീറ്റർ കൂടി ഉയരത്തിൽ 110 മീറ്റർ നീളത്തിലാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത്. 2.35 കോടി രൂപയാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിനായി ചിലവഴിക്കുക. പാലം തകർന്നതോടെ ജങ്കാർ സർവീസ് വേനൽക്കാലങ്ങളിൽ വിനോദസഞ്ചാരികൾ കനോലി പ്ലോട്ടിലേക്ക് എത്തുവാൻ സഹായിച്ചിരുന്നു. ഈ വർഷം ജങ്കാർ സർവീസ് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. ഈ മാസം 10 വരെയാണ് വനംവകുപ്പും ജങ്കാർ സർവീസ് നടത്തുന്നവരുമായുള്ള കരാർ. ജങ്കാർ സർവീസ് ആരംഭിച്ചില്ലെങ്കിൽ കനോലി പ്ലോട്ടിലേക്ക് എത്തുവാൻ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും വരെ കാത്തിരിക്കണം. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ തൂക്കുപാലം തകർന്നതിനാൽ കോടികളുടെ വരുമാന നഷ്ടമാണ് വനം വകുപ്പിനുണ്ടായത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് കനോലി പ്ലോട്ടിലാണ്. തൂക്കുപാലം ഇക്കുറിയെങ്കിലും പറഞ്ഞ സമയത്ത് പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാരികൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 14 നടക്കും. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങ് നിർവഹിക്കും. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ജില്ലാ ആശുപത്രി ഹാളിൽ ചേർന്നു. നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിന്റെ WC ഈ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ വരുന്ന 14-ാം തീയതി കേരള സംസ്ഥാനത്തിന്റെ ബഹുമാന്യ ആരോഗ്യ മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് ഇവിടെ ചേർന്നത്. ഈ പ്രത്യേകിച്ച് നിലമ്പൂർ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധപ്പെടുന്ന ഒരു ജില്ലാ ഹോസ്പിറ്റലാണത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പുതിയ ബ്ലോക്ക് വരുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിക്കും. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പ്രോഗ്രാം വലിയൊരു പരിപാടിയാക്കി നടത്തുന്നതിന് വേണ്ടിയുള്ള സ്വാഗത സംഘ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടത്തപ്പെട്ടത്. കാരണം നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്.
അപ്പോൾ ജില്ലാ പഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള നമ്മുടെ ഡോക്ടർമാരും DMO അടക്കമുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് നല്ലൊരു വലിയ പ്രോഗ്രാമാക്കി ഇത് ആളുകൾക്ക് ഭാവിയിൽ നല്ല ആരോഗ്യ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടി. NHM ഫണ്ടിൽ നിന്നും 16 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ നിർമ്മാണം പൂർത്തിയായ ആദ്യ 2 നിലകളാണ് പ്രവർത്തനക്ഷമമാക്കുന്നത്. ഗൈനക്കോളജി, OP, വാക്സിനേഷൻ കേന്ദ്രം എന്നിവ പുതിയ കെട്ടിടത്തിലേക്ക് ഉടൻ മാറ്റും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ഇടപെട്ട് പൂർത്തീകരിച്ചാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PK അസ്ലു, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വാർഡ് കൌൺസിലർ M. വിജയനാരായണൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷിപ്പുലാൽ, NSM പ്രോജക്ട് മാനേജർ ഡോക്ടർ TN അനൂപ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ആർദ്ര മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KK പ്രവീണ തുടങ്ങിയവരും HMC അംഗങ്ങളും പങ്കെടുത്തു. പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അവരെ സ്വയം പ്രതിരോധത്തിന് സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ധീര ദ്വിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലർ റെജീന നൌഷാദ് നിർവഹിച്ചു. പോലീസ്, വനിതാ ശിശുവികസന വകുപ്പ്, സംസ്ഥാന നിർഭയ സെൽ എന്നിവർ സംയുക്തമായാണ് പെൺകുട്ടികൾക്കായി ഈ ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ശാരീരിക കരുത്തിനൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുവാനുള്ള മാനസിക ധൈര്യം ആർജിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, ഹെഡ്മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ഷാഹിന TM, ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അംഗങ്ങളായ ഷഹീദ, മുനീറ എന്നിവർ സംസാരിച്ചു. മാസ്റ്റർ ട്രെയിനർമാരായ ASI സിനിമോൾ, ഗീത എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കുള്ള 2 ദിവസത്തെ പരിശീലനം നടക്കുന്നത്. സ്കൂൾ കൌൺസിലർ മജുഷ് ജോസ് ചടങ്ങിന് നന്ദി പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 7-8 തീയതികളിൽ ചന്തക്കുന്ന് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ നടക്കും. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രവർത്തിക്കുന്ന പരിഷത്തിന്റെ 63ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമായിട്ടുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 63ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം 2026 ഫെബ്രുവരി 7-8 ശനി ഞായർ തീയതികളിലായിട്ട് നിലമ്പൂർ ചന്തക്കുന്ന് ഗവൺമെൻറ് മോഡൽ LP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കുകയാണ്. ആ സമ്മേളനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഡിസംബർ 30-ന് ഇതിൻ്റെ ഒരു വിപുലമായിട്ടുള്ള സ്വാഗത സംഘം രൂപീകരിക്കുകയും അതിനെ തുടർന്ന് നിരവധി പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂർ മേഖലയിലാകെ നടത്തിയിട്ടാണ് ഈ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സൺ ബഹുമാന്യായിട്ടുള്ള ശ്രീമതി പത്മിനി ഗോപിനാഥാണ്. നിലമ്പൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അവർ. അതിൻ്റെ ജനറൽ കൺവീനർ ശ്രീ K. അരുൺകുമാർ, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും ഉൾപ്പെടെ ഒരു 101 അംഗ സ്വാഗത സംഘമാണ് അന്ന് രൂപീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വീകരണത്തിനും പ്രോഗ്രാമിനും ഭക്ഷണത്തിനും താമസത്തിനും പ്രചരണത്തിനുമൊക്കെയായി നിരവധി കമ്മിറ്റികളും രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് എടുത്തിട്ടുള്ളത് കൈകോർക്കാം സുസ്ഥിര വികസനത്തിന് എന്നുള്ളതാണ്. ഉദ്ഘാടന സമ്മേളനം ശനിയാഴ്ച ഫെബ്രുവരി 7-ന് കൃത്യം 10 മണിക്ക് ആരംഭിക്കും. ജില്ലാ പ്രസിഡന്റ് ശ്രീ CP സുരേഷ് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നിലമ്പൂർ MLA ബഹുമാന്യായിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നിലമ്പൂർ മേഖല ജില്ലാ സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത് ഇത് 4ാം തവണയാണ്. ഫെബ്രുവരി 7-ന് രാവിലെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 250ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ആരോഗ്യ കമ്മീഷൻ, വിദ്യാഭ്യാസ പരിപാടികൾ, ജെൻഡർ യുവസമിതി,
ഗവേഷണം, മാലിന്യ പരിപാലനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന ജനകീയ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്വാണ്ടം സയൻസ് ടോക്ക്, മഴമാപിനി സ്ഥാപനം, നക്ഷത്ര നിരീക്ഷണം, ബാലോത്സവം, യുവസമിതി ക്യാമ്പ്, സോപ്പ് നിർമ്മാണ പരിശീലനം, പാരന്റിംഗ് എഡ്യൂക്കേഷൻ എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിക്കും. വികസന പത്രിക സമർപ്പണം, പുസ്തക പ്രചരണം, സയൻസ് കലണ്ടർ പ്രചരണം എന്നിവയും നടക്കും. ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, കുടുംബശ്രീ, വായനശാലകൾ, വിവിധ സർവീസ് പെൻഷൻ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 1992, 2001, 2014 വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിലെത്തുന്ന ജില്ലാ സമ്മേളനം വൻ വിജയമാക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അംഗങ്ങൾ അറിയിച്ചു. നിലമ്പൂർ ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ ചർച്ചകളെ അത് കൂടുതൽ ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാവിധ പ്രാഥമികമായിട്ടുള്ള ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിലിവിടുത്തെ എല്ലാ വിഭാഗം സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുപ്രസ്ഥാനങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറച്ച് പരമാവധി വൈവിധ്യങ്ങളോടുകൂടി സമ്മേളനങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ സമ്മേളനത്തിലെ അജണ്ടകൾ ഭാവി കേരളത്തിലേക്ക് കുറേ കൂടി സഹായകരമായ രീതിയിലേക്ക് ഡിസ്കഷനിലൂടെ പരിപാടികൾ ആവിഷ്കരിക്കുക എന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചു കൈകോർക്കാം സുസ്ഥിര വികസനത്തിന് എന്നതാണ് നമ്മൾ മുഖ്യ പ്രമേയമായിട്ട് എടുത്തിട്ടുള്ളത്. 4 തരം പ്രവർത്തനം ഈ പ്രവർത്തന വർഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു നമ്മൾക്കറിയാം കുട്ടികളിടയിൽ വല്ലാത്ത രീതിയിലേക്കുള്ള സംഘർഷം രൂപപ്പെട്ടു വരുന്ന കാലമാണ്. അറിഞ്ഞോ അറിയാതെയോ പല കുട്ടികളും അതിൽ പോയിട്ട് ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. നമ്മൾ ഒരു മുതിർന്ന സമൂഹം എന്നുള്ളതായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കുട്ടികൾ തെറ്റായിട്ടുള്ള രീതിയിലാണോ പോകുന്നതെന്ന് ആശങ്ക ജനിപ്പിക്കും വിധമാണ് കുട്ടികൾ പോകുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ബോധ്യപ്പെട്ടത് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പാരൻറ്റിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേണ്ടത്ര അറിവില്ലായ്മ. മറ്റൊരു സംഗതി കുട്ടികൾക്ക് ജീവിത നൈപുണ്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് സമയാസമയങ്ങളിൽ കൊടുക്കേണ്ട അറിവ്, അവരുടെ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം വെറും കാണാപ്പാഠം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറാവൽ എന്നതിനപ്പുറം ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ പരിമിതി. ഒപ്പം തന്നെ പൊതുസമൂഹവും അധ്യാപകരും കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ജില്ലാതലത്തിൽ തുടങ്ങി വലിയ തോതിൽ നമുക്ക് സ്വീകാര്യത കിട്ടി മുന്നോട്ട് പോയതാണ്. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് CK സുരേഷ് കുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ K അരുൺകുമാർ, കൺവീനർ PS രഘുറാം, ജോയ് P ജോൺ, C ബാലഭാസ്കരൻ, PT രഘുദീപ്, K കൃഷ്ണകുമാർ, PM ബിന്ദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലെ പാലാട് ഗ്രൗണ്ട് ഉപയോഗപ്രദമാക്കി യുവതലമുറയുടെ കായിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി തുറന്നുകൊടുക്കണമെന്ന് BJP ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് ആവശ്യപ്പെട്ടു. ഈ കാണുന്ന ഈ ഗ്രൗണ്ട് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന് ഉടമസ്ഥതയിലുള്ള പാലാട് ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് CNG റോഡ്, ഊട്ടി കാലിക്കറ്റ് റോഡിനോട് ചേർന്ന് ഉള്ള സ്ഥലമാണ്. ഇവിടെ അടുത്ത സ്ഥലങ്ങളിൽ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇത്ര സൗകര്യപ്രദമായ ഒരു ഗ്രൗണ്ട് ഇല്ല. സ്ഥലം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 60 കൊല്ലത്തോളം ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇതിനെ ഒരു ഇന്നത്തെ തലമുറയ്ക്ക് ഉതകുന്ന രീതിയിൽ ഒരു കളിസ്ഥലമായ ഒരു സംവിധാനങ്ങളുള്ള ഒരു കളിസ്ഥലമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഗ്രൗണ്ടാക്കി മാറ്റാൻ ഇതേവരെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മിതി ഇവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു തരത്തിലുള്ള നിർമ്മിതി നടന്നിട്ടില്ല. ഈ ഗ്രൗണ്ട് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നാശോന്മുഖമായിക്കൊണ്ടിരിക്കുക. ഇന്ന് ഈ പ്രദേശത്ത് നമുക്കറിയാം ഒരു സമൂഹത്തിൻ്റെ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അവിടെ ഒരു കളിസ്ഥലം അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്നൊക്കെ. അങ്ങനെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ സ്ഥലം, സെൻറ്റിന് പോലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ സ്ഥലത്തെ ഈ ഗ്രൗണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാക്കി മാറ്റാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അത് വലിയൊരു വിരോധാഭാസമാണ്. ഇത്രയും നാളുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമായാണ് ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. ഇതിനായി കായിക മന്ത്രാലയങ്ങളുടെ ഫണ്ട് വകയിരുത്തുവാൻ ശ്രമം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുള്ള ടർഫുകളിൽ മണിക്കൂറുകൾക്ക് ആണ് ഫീസ് ഈടാക്കുന്നത്. സാധാരണക്കാരായ കുട്ടികൾക്ക്, സാധാരണ വീട്ടിൽ വരുന്ന പഠിക്കുന്ന കുട്ടികൾക്ക്, സാധാരണക്കാരായ കുട്ടികൾക്ക് ഇത് സാധ്യമല്ല. അവർ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് കളിസ്ഥലം അവർക്ക്
കിട്ടുക, അതും വളരെയേറെ കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, ഈ പ്രദേശത്തെ കായികപരമായ ഉന്നമനത്തിന് എത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം കാണണം. മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ 14ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായി വയോജന ഗ്രാമസഭയും ഭിന്നശേഷി ഗ്രാമസഭയും പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന കാഞ്ഞിരാല യോഗം ഉദ്ഘാടനം ചെയ്തു. പാലോളി നിഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗീതാചന്ദ്രൻ, ഷാജി കെ ടി, സരോജിനി യു എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ പി കെ നബീൽ, രജീഷ് ഊട്ടുപുരത്ത്, ഷാജി കുഞ്ഞാറ്റ, ഓമന വർഗീസ്, സൈറ പി ടി, രാജേഷ് എം, അഷ്റഫ് ടാണ, മുസ്തഫ എം, ജംഷിയ പി, ശ്രീനിവാസൻ സി, അഫ്സൽ മുത്തു, റഷീദ്, സഫീന കെ, സൈഫുനിസ സി പി, മുബീന ചോരയിൽ, ഷൈനി സണ്ണി, സുബീന കടവൻ എന്നിവരും പങ്കെടുത്തു. ഖൈർ മാഷ്, സിദ്ദീഖ് കാഞ്ഞിരാല, കെ ടി റഹ്മത്തുള്ള, ചെമ്പൻ ഇസ്ഹാഖ്, സവാദ് അല്ലിപ്ര, അബ്ദുസമദ് എരഞ്ഞിക്കൽ, സൈനുദ്ദീൻ കണ്ണിയൻ, മൈമൂനത്ത്, സംസുനീസ, പി പി റഷീദ്, അഫ്സൽ പന്തലിങ്ങൽ, ഫിറോസ് പി, അലി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൽ വാർഡ് തലങ്ങളിൽ വയോജന ഭിന്നശേഷി സൗഹൃദ പാർക്കുകളും ക്ലബ്ബുകളും നിർമ്മിക്കണമെന്നും ഇരു കൂട്ടർക്കും ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുവാനും പ്രിവിലേജ് കാർഡ് വിതരണം സുതാര്യമാക്കുന്നതിനും പഞ്ചായത്ത് ഹാപ്പിനെസ് പാർക്കിലും അക്ഷയകൾ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുവാനും പെട്ടി കടകൾ നൽകുവാനും നിർദ്ദേശം വന്നു. ഈ ഭരണസമിതി പൂർണ്ണമായും വയോജനങ്ങളോടും ഭിന്നശേഷിക്കാരോടും കടപ്പെട്ടവരായിരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന കുഞ്ഞു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സൻസി പി നന്ദി രേഖപ്പെടുത്തി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് 1ാം വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന കാഞ്ഞിരാല ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യക്ഷൻ പാലോളി നിഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗീതാചന്ദ്രൻ, ഷാജി കെ ടി, സരോജിനി യു, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ നബീൽ, രജീഷ് ഊട്ടുപുരത്ത്, ഷാജി കുഞ്ഞാറ്റ, ഓമന വർഗീസ്, രാജേഷ് എം, അഷ്റഫ് ടാണ, മുസ്തഫ എം, ജംഷിയ പി, ശ്രീനിവാസൻ സി, അഫ്സൽ മുത്തു, റഷീദ്, സൈഫുനീസ സി പി, മുബീന ചോലയിൽ, ഷൈനി സണ്ണി, സുബീന കടവൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പുന്നപ്പാല അബ്ദുൽ കരീം കാര്യങ്ങൾ വിശദീകരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പന്താർ മുഹമ്മദ്, യു ഗോപാലൻ, സി അയ്യപ്പൻ, ആഷിഫ് അമീൻ, പി അഷ്റഫ് എന്നിവർ ആശംസയർപ്പിച്ചു. ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. യോഗത്തിന് ശേഷം 14 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പഞ്ചായത്തിന്റെ പൊതുവികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് പിന്നീട് ഗ്രൂപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. സെക്രട്ടറി അവിസന്ന കുഞ്ഞു സ്വാഗതവും പ്ലാൻ ക്ലർക്ക് പി വി സിനി നന്ദിയും പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടർ ഷെമിൻ കെ PhD കരസ്ഥമാക്കി. 21ാം നൂറ്റാണ്ടിലെ തെരഞ്ഞെടുത്ത ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലുകളിൽ മിത്തുകൾ എങ്ങനെ ചരിത്രമായും ശാസ്ത്രമായും പുനർജനിക്കുന്നു എന്ന പഠനത്തിനാണ് ഡോക്ടറേറ്റ്. കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഗവേഷണ കേന്ദ്രത്തിൽ പ്രൊഫസർ ഡോക്ടർ ആയിഷ സ്വപ്നയുടെ കീഴിലായിരുന്നു ഗവേഷണം. കാട്ടുമുണ്ട കുന്നുംപുറം സ്വദേശികളായ കണ്ണിയൻ അബ്ദുൽ സലാമിന്റെയും കടവത്ത് റസിയുടെയും മകളാണ് ഡോക്ടർ ഷെമിൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.